ഇവിടെ ഈ പാർട്ടി നേതൃത്വം വന്നിരുന്നിട്ട് കാണിച്ചത് യാതൊരുവിധ ജനാധിപത്യ മര്യാദയുമില്ലാതെ ഏകപക്ഷീയമായി PR വസന്തൻ്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന നേതൃത്വമാണ് ഇവിടെ. അവരിവിടെ വന്നിരുന്നു കൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് 55ഓളം പ്രതിനിധികൾ, ഏതാണ്ട് 82 പേര് പങ്കെടുത്ത 50ഓളം പ്രതിനിധികൾ അതിനെ എതിർത്തുകൊണ്ട് നിന്ന ആകെ കൈവക്കിയത് ആകെ 20-22 പേരാണ്. അവർ ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ഒരു ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തെ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ? യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. 2 മണി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ. മദ്യത്തിന് അടിമയായ ഇതാണ് ഇത്രയും കാലം ഈ ലോക്കൽ കമ്മിറ്റി ഇദ്ദേഹത്തെയാണ് ഇതേപോലെ ഇവിടെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നത് ഒരു പെണ്ണുപിടിനെയാണ് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പെണ്ണ് നല്ല രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം? ഇത് കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഈ പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും 15,000 വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ് ആ ഒരു സഹതാപനോടാണ് കുലശേഖരപുരം. ആ കുലശേഖരത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ്. 18 പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ 18 ബൂത്തുകളിൽ 6 മാത്രമാണ് പാർട്ടിക്ക് ലീഡുള്ളത്. ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള BJP ആണ് ഒന്നാമത് വന്നത്. ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേറോട്ടുള്ള സ്ഥലമാണ് NSന്റെ നാട്ടിൽ NSന്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഈ പരാതികളൊക്കെ പോയിട്ട് ആ പരാതികളെല്ലാം ചവിറ്റുകൊട്ടയിലടിയാണ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറി CP ഉണ്ണി, ആ CP ഉണ്ണിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ മൊഴി മാറ്റി കൊടുത്തു. ആ ലോക്കൽ കമ്മിറ്റി പോലീസിന് കൊടുത്ത മൊഴി ആ സഖാവിനെ ഇടിച്ചു കൊന്നത് ഞാൻ കണ്ടുവെന്നാ. ആ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചാളിനെ ഞാൻ അറിയുമെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തത് കോടതിയിൽ വന്നപ്പോൾ വിചാരണ സമയത്ത് ആ ലോക്കൽ കമ്മിറ്റി കൊടുത്ത മൊഴി എന്തുവാ? ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല, വണ്ടി ഇടിച്ചുകൊണ്ടോ എന്ന് അറിയില്ല. അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആള് ഇന്ന് ആ ഹാളിൽ ഉണ്ടായ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഹാളിൽ ഞാനില്ലായിരുന്നു. എന്നെ പ്രതിനിധിയാക്കിയിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം എടുക്കുമെന്നുള്ളതുകൊണ്ട് എന്നെ ഒരു കാരണവശാലും പ്രതിനിധിയാക്കിയിട്ടില്ല. ഞാൻ പ്രതിനിധിയല്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടവർ ഞങ്ങളെ അകത്തോട്ട് കയറ്റിയിട്ടില്ല. പുറത്തുനിന്ന് എന്തായിരുന്നു സംഭവിച്ചെന്നുള്ള മറ്റു പ്രവർത്തകർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് നടന്ന സംഭവം വെച്ചാൽ ഏകപക്ഷീയമായി, അതായത് ഒരു കാരണവശാലും ഈ പാർട്ടി ജനാധിപത്യം അനുവദിക്കില്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിന് വെച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരൊറ്റ ഒരു അജണ്ടയോടുകൂടിയാണ് ഈ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ വന്നത്. ആ നേതൃത്വം അത് നടപ്പാക്കി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. PR വസന്തന് വേണ്ടി അത് നടപ്പാക്കി അവർ എടുത്തു. കൂട്ടിയിടലിലേക്ക് എത്തിയത് എന്തായിരുന്നു കാരണം? ഇത് നേരത്തെ ഞങ്ങൾക്കറിയാമായിരുന്നു. ആദ്യമേ ഒരു സമ്മേളനം നടന്ന് ഇത് നിർത്തിവെച്ച സമ്മേളനമാണ്, അത് തുടർ സമ്മേളനമാണ്. ഇതിങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചുകൂടി അവരെ പൂട്ടിയിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. മാധ്യമപ്രവർത്തകരടക്കം നിങ്ങളുടെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ കയ്യേറ്റം ചെയ്തത്. അല്ലാതെ ആരും നിങ്ങളെ കയ്യേറ്റം ചെയ്തില്ലല്ലോ. ഇല്ല, ആരെങ്കിലും ഒറ്റപ്പെട്ട 1-2 പേര് നിങ്ങളെ കയ്യേറ്റം ചെയ്തതാണ്. ഇവിടെ നേതാക്കളടക്കം ഇപ്പം രാജഗോപാൽ അടക്കം ഞങ്ങളുടെ ക്യാമറ പിടിച്ച് തള്ളുകയുണ്ടായി. അതാ പറഞ്ഞത്, അവർക്ക് ഇത് കാണുന്നില്ല, ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് പോയി കാണാനാണ് പറഞ്ഞത്. സംസ്ഥാന സമിതി അംഗങ്ങളായ രാജഗോപാലും സോമപ്രസാദും ഇവരെടുത്തുന്ന എന്തെങ്കിലും ഇവർക്ക് അനുകൂലമായി നിലപാടെടുത്തു അല്ലേ? ഇവർക്ക് അനുകൂലമായ നിലപാടെടുത്തു, അത് മാത്രമാണ് ഉള്ളതിനകത്ത്. സംസ്ഥാന സമിതി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട നടപടിയല്ല. ഒരു മര്യാദ ഇതിനകത്തുണ്ടായില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഈ കമ്മിറ്റി ഭൂരിപക്ഷം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി അനുസരിച്ചുകൊണ്ട് നാളെ മുതൽ പാർട്ടി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നാളെയും ഞങ്ങൾ CPM ആയിരിക്കും. ഞങ്ങളെ ആരും പുറത്താക്കിയാലും നാളെയും ഞങ്ങൾ CPM ആയിരിക്കും, മരിക്കുമ്പോഴും CPM ആയിരിക്കും. ഇതിന്റെ പേരിൽ ഭീഷണി വല്ലതും ഉണ്ടാവും? ഇതിന്റെ പേരിൽ എൻ്റെ ചോദിച്ചു ഏത് സഖാവ് ഏത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സഖാവ്, ഞാൻ പേര് സഹിതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ത് നടപടി ഉണ്ടായാലും വിഷയമൊന്നുമില്ല. പഞ്ചായത്ത് മെമ്പറായത്, ഇതൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നേ. പാർട്ടി നശിച്ചു. ഇവിടെ ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല. ടാഗ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൽ വിഷമമില്ലേ? എന്താ വിഷമം? ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾക്ക് വിഷമമേ ഉള്ളു. നേതൃത്വം ഇടപെട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. മാറ്റുന്നില്ലല്ലോ. നേതൃത്വം അവർക്ക് കൂട്ടിക്കല്ലോ. അതെന്താ കാരണം? അവർക്ക് എന്തായാലും ഇതിനകത്ത് ലാഭം കാണും 100%. ഈ സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദ് അതുപോലെ രാജഗോപാലിനും ഇതിൽ ലാഭങ്ങളുണ്ടോ? അല്ലേ, അത് ലാഭത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്താ പറയാൻ പറ്റത്തില്ല. കൂട്ടു നിൽക്കുന്നല്ലോ. ഈ ടാഗ് ഇട്ട് ചേട്ടൻ പ്രതിനിധിയായിരുന്നു അല്ലേ? പ്രതിനിധി. അതിനകത്ത് നടന്ന എന്തായാലും സംഭവം എന്തായിരുന്നു? സംഭവം അവർക്ക് അവരുടെ പക്ഷം നിന്നുകൊണ്ട് ഞങ്ങൾ കുറ്റിയിട്ട് അവിടെ ഇരുന്ന്. എത്ര മണി മുതൽ കുറ്റിയിട്ടായിരുന്നു? ഒരു 9:30 ആയപ്പോൾ മുതൽ. നേരത്തെ തന്നെ അറിയാമായിരുന്നു ഒരു ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമില്ല? ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ചു. അവരെയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ കളഞ്ഞു വിളിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങൾ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. അവരുടെ തീരുമാനം നിങ്ങളെ വേദനിപ്പിച്ചു. എത്ര പ്രവർത്തകരുണ്ടായിരുന്നു? എത്ര പ്രതിനിധികളുണ്ടായിരുന്നു അതിൽ? അതിനകത്ത് എത്ര പ്രതിനിധികളുണ്ടായിരുന്നു?
35 പേര് 85 പേര് 85 പേരിൽ എത്ര പേർ അവർക്കൊപ്പം നിന്നു? അവർക്കോ അവർക്കൊപ്പം എത്ര അത് അത് പറയാൻ പറ്റുമോ? എത്ര ഉണ്ടായിരുന്നു? 22 പേര് അവർക്കൊപ്പം നിന്ന് ബാക്കിയുള്ളത് മൊത്തം എതിർപ്പ് ഭൂരിപക്ഷം എതിർപ്പാ. പിന്നെ അവർ രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ.